ഹലോ, എല്ലാവർക്കും മൈക്രോബയോട്ടിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MCQs ആണ്. PYQസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്ടീരിയൽ മെറ്റബോളിസം, നൈട്രജൻ മെറ്റബോളിസം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള MCQs ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. The conversion of nitrogen to ammonia or nitrogenous compound is called dash. The conversion of nitrogen to ammonia or nitrogenous compound is called dash. Option A, denitrification. Option B, ammonia fixation. Option C, nitrogen fixation. Option D, nitrate reduction. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, നൈട്രജൻ ഫിക്സേഷൻ. സോ ദ കൺവേർഷൻ ഓഫ് നൈട്രജൻ ടു അമോണിയ ഓർ നൈട്രജീനസ് കോമ്പൗണ്ട് ഈസ് കോൾഡ് നൈട്രജൻ ഫിക്സേഷൻ. Which of the following enzyme complex is responsible for the reduction of molecular nitrogen to the level of ammonia in the root nodule of a legume? Which of the following enzyme complex is responsible for the reduction of molecular nitrogen to the level of NH3 in the root nodule of a legume? അപ്പോൾ നൈട്രജൻ ഫിക്സേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നൈട്രേറ്റ് റിഡക്റ്റേസ്, ഓപ്ഷൻ ബി നൈട്രോജിനേസ്, ഓപ്ഷൻ സി കാർബോക്സിലേസ്, ഓപ്ഷൻ ഡി നൈട്രേറ്റ് റിഡക്റ്റേസ്. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, നൈട്രോജിനേസ് എൻസൈമാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നൈട്രോജിനേസ് എൻസൈം എന്ന് പറയുന്നത് നമ്മൾ റൂട്ട് നൊഡ്യൂൾസിലെ നൈട്രജൻ ഫിക്സേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. ഈ എൻസൈമാണ് നൈട്രജനെ അമോണിയയാക്കി കൺവേർട്ട് ചെയ്യുന്നത്. നൈട്രോജിനേസ് എന്ന് പറയുന്ന എൻസൈമാണ് റൂട്ട് നൊഡ്യൂൾസിലാണ് കാണപ്പെടുന്നത്. ഈ നൈട്രോജിനേസ് എൻസൈമിൻ്റെ ഒരു പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇത് ഹൈലി സെൻസിറ്റീവ് ടു ഓക്സിജൻ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻസൈമാണ് നൈട്രോജിനേസ് എന്ന് പറയുന്നത്. അതായത് എനൈറോബിക് കണ്ടീഷനിലായിരിക്കും ഇവർ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുന്നത്. ഇനി മോസ്റ്റ്ലി നമ്മുടെ നൈട്രജൻ ഫിക്സേഷന് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ എല്ലാം റോഡ് ഷേപ്പിലുള്ള ബാക്ടീരിയ ആയിരിക്കും. ബാക്ടീരിയോയിഡ്സ് ഉണ്ടാക്കുന്നുണ്ട്, ബാക്ടീരിയോയിഡ്സ് എന്ന് നമ്മളവരെ പറയുന്നുണ്ട്. ദെൻ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു. പിന്നെ ലെഗ് ഹീമോഗ്ലോബിൻ ഉണ്ട്. ലെഗ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഓക്സിജൻ സ്കാവഞ്ചർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഓക്സിജനെ എല്ലാം സ്കാവഞ്ച് ചെയ്ത് പിടിച്ചു വെക്കുന്നത് ഈ ലെഗ് ഹീമോഗ്ലോബിനാണ്. നൈട്രജൻ ഫിക്സേഷൻ്റെ ടൈമിൽ ഈ ഓക്സിജനെ എല്ലാം ഇവർ പിടിച്ചു വയ്ക്കും. സോ അവിടെ ഒരു എനൈറോബിക് കണ്ടീഷൻ ഉണ്ടാകും. ഈ എനൈറോബിക് കണ്ടീഷനിലാണ് പ്രോപ്പറായിട്ട് നൈട്രോജിനേസ് എൻസൈം വർക്ക് ചെയ്യുന്നത്. നൈട്രോജിനേസ് എൻസൈം നൈട്രജനെ അമോണിയയാക്കി മാറുന്ന ആ ഒരു പ്രോസസ്സിനെ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ്. Dinitrogenase reductase is a dash. Dinitrogenase reductase is a dash. Option A octamer, option B dimer, option C tetramer, option D monomer. Dinitrogenase reductase. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഡയമർ ആണ്. നമ്മൾ നൈട്രോജിനേസ് എൻസൈം നോക്കുകയാണെങ്കിൽ കറക്റ്റ് ആൻസർ ഇവിടെ ഡയമർ ആണ് വരുന്നത്. ഇവിടെ നമ്മൾ നൈട്രോജിനേസ് എൻസൈം നോക്കുകയാണെങ്കിൽ അതിന് രണ്ട് പാർട്ടാണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഡൈനൈട്രോജിനേസ് ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡൈനൈട്രോജിനേസ് റിഡക്റ്റേസ്. ഓക്കെ, ഈ രണ്ട് പാർട്ടിൽ ഡൈനൈട്രോജിനേസ് റിഡക്റ്റേസ് എന്ന് പറയുന്നത് ഒരു ഡയമർ മോളിക്യൂളായിട്ടാണ് ഇരിക്കുന്നത്. അതേസമയം നമ്മുടെ ഡൈനൈട്രോജിനേസ് ഇരിക്കുന്നത് ഒരു ടെട്രാമർ ആയിട്ടാണ്.
4 മോളിക്യൂൾസ് ഉള്ള ഒരു എൻസൈമായിട്ടാണ്, എൻസൈം കോംപ്ലക്സ് പോലാണ് ഇരിക്കുന്നത്. Thiobacillus is a group of bacteria helpful in carrying out dash. Thiobacillus. Option A nitrification, option B ammonification, option C hydrolysis, option D denitrification. Thiobacillus. Right answer is option D denitrification. ഓപ്ഷൻ ഡി ഡീനൈട്രിഫിക്കേഷനാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ദ റിയാക്ഷൻ ഓഫ് ഗ്ലൂട്ടാമേറ്റ് ആൻഡ് അമോണിയ ടു yield ഗ്ലൂട്ടാമിൻ ഈസ് കാറ്റലൈസ്ഡ് ബൈ ഡാഷ്. The reaction of glutamate and ammonia to yield glutamin is catalyzed by dash. Option A adenylyl transferase, option B glutamate synthetase, option C glutamin synthase, option D nitrogenase. റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഗ്ലൂട്ടാമേറ്റ് സിന്തറ്റേസ്. ഗ്ലൂട്ടാമേറ്റ് സിന്തറ്റേസ് ആണ് ഗ്ലൂട്ടാമേറ്റിനെ ഗ്ലൂട്ടാമിൻ ആക്കി മാറ്റുന്നത്. ഗ്ലൂട്ടാമേറ്റിനെ ഗ്ലൂട്ടാമിൻ ആക്കി മാറ്റുന്നത് ഗ്ലൂട്ടാമിൻ സിന്തറ്റേസ് ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അമോണിയ ഓർ അമോണിയം is oxidized to nitrite followed by the oxidation of nitrite to nitrate is called. Ammonia or ammonium is oxidized to nitrite followed by the oxidation of nitrite to nitrate is called. ഈ ഒരു പ്രോസസ്സിനെ ആണ് അമോണിയ ഓക്സിഡൈസ് ചെയ്ത് നൈട്രേറ്റ് ആകുന്ന ആ ഒരു പ്രോസസ്സിനെ എന്തെന്നാണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ നൈട്രിഫിക്കേഷൻ, ഓപ്ഷൻ ബി നൈട്രജൻ ഫിക്സേഷൻ, ഓപ്ഷൻ സി ഡീനൈട്രിഫിക്കേഷൻ, ഓപ്ഷൻ ഡി ആണ്, ഓപ്ഷൻ ഡി നൈട്രജൻ അസിമിലേഷൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, നൈട്രിഫിക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓക്കെ, അതവിടെ റിലവൻ്റ് അല്ല, അത് ഡി ആണെങ്കിലും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എ ആണ്. സോ അപ്പം നമ്മൾ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ ആണ് ഇത്, റൈസോബിയം. ഓക്കെ, അറ്റ്മോസ്ഫിയറിക് നൈട്രജനെ അമോണിയ ആക്കി മാറ്റുന്നു. ഇനി ഈ അമോണിയയെ നൈട്രൈറ്റ് ആക്കി മാറ്റുന്ന നൈട്രിഫയിങ് ബാക്ടീരിയ ഉണ്ട്. ഈ നൈട്രൈറ്റ് ആണ് പിന്നീട് നൈട്രേറ്റ്സ് ആക്കി മാറ്റുന്നത്. അതിനും നൈട്രിഫയിങ് ബാക്ടീരിയ ഉണ്ട്. അവരിതിനെയും നൈട്രൈറ്റിനെ നൈട്രേറ്റ് ആക്കി മാറ്റും. നെക്സ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്? നൈട്രജൻ മേക്സ് അപ്പ് 78% ഓഫ് ദ എയർ. ഓക്കെ, നൈട്രജൻ മേക്സ് അപ്പ് 78% ഓഫ് ദ എയർ. എയറിൻ്റെ 78% നൈട്രജൻ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. Continuous series of natural process by which nitrogen passes from air to soil to living things and back to the air by means of nitrogen fixation, nitrification, decay and denitrification is. നൈട്രജൻ സൈക്കിൾ ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. ഇത് രണ്ടും കറക്റ്റായിട്ട് വരുന്ന ഓപ്ഷൻസ് നമുക്ക് അവിടെ തന്നെ കണ്ടുപിടിക്കാം. ഓപ്ഷൻ 1 ഇവിടെ കറക്റ്റാണ്. 1 4 എന്നാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇതല്ല, 2 ഇല്ല അതിനകത്ത്. പിന്നുള്ളത് ഓപ്ഷൻ ബി only 3 അല്ല, 1ഉം 2ഉം കറക്റ്റാണ്. സോ ഒന്നുകിൽ സി അല്ലെങ്കിൽ ഡി ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, നൈട്രജൻ സൈക്കിൾ ഈസ് എ സെഡിമെൻ്ററി സൈക്കിൾ. സെഡിമെൻ്ററി സൈക്കിൾ അല്ല, നൈട്രജൻ സൈക്കിൾ ഒരു അസിമിലേറ്ററി സൈക്കിളാണ്, ഒരു സെഡിമെൻ്ററി സൈക്കിൾ അല്ല. നൈട്രജൻ അസിമിലേഷനാണ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഫോർമേഷൻ ഓഫ് ഓർഗാനിക് നൈട്രജൻ കോമ്പൗണ്ട്സ് ലൈക്ക് അമിനോ ആസിഡ്സ്
from inorganic nitrogen compounds is called nitrogen fixation. Formation of organic nitrogen compounds like amino acids from inorganic nitrogen compound is called nitrogen. Yes, ഇതും കറക്റ്റ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 1, 2 and 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. All the following are free living nitrogen fixers except. തന്നിരിക്കുന്നതിലെല്ലാം ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സേഴ്സ് ആണ്. എക്സെപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ റൈസോബിയം, ഓപ്ഷൻ ബി അസോട്ടോബാക്ടർ, ഓപ്ഷൻ സി റോഡോസ്പൈറില്ലം, ഓപ്ഷൻ ഡി ക്ലോസ്ട്രിഡിയം. റൈറ്റ് ആൻസർ റൈസോബിയം ആണ്. റൈസോബിയം സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ ആണ്. റൈസോബിയം സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ആണ്. ബാക്കി എല്ലാവരും ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സേഴ്സ് ആണ്. അസോട്ടോബാക്ടർ, റോഡോസ്പൈറില്ലം, ക്ലോസ്ട്രിഡിയം. എനേറോബിക് ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സിംഗ് എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ക്ലോസ്ട്രിഡിയം നമുക്ക് ഒരു ആൻസർ ആയിട്ട് പറയാമായിരുന്നു. എനേറോബിക് ഫ്രീ ലിവിങ് നൈട്രജൻ ഫിക്സറാണ് ക്ലോസ്ട്രിഡിയം. പിന്നുള്ളത് നമ്മുടെ അസോട്ടോബാക്ടർ ഉണ്ട്, റോഡോസ്പൈറില്ലം ഉണ്ട്. ഇവരെല്ലാവരും ഈ 3 പേരും ഫ്രീ ലിവിങ് ആണ്. റൈസോബിയം മാത്രം സിംബയോട്ടിക് ആണ്. സിംബയോട്ടിക് നൈട്രജൻ ഫിക്സിംഗ് ആണ് റൈസോബിയം. ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ഡ്യൂറിങ് സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ. കറക്റ്റ് സീക്വൻസ് ഓഫ് സ്റ്റെപ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, റൈസോബിയം ലെഗുമിനസ് പ്ലാന്റ് ഇൻട്രാക്ഷൻ, റൂട്ട് നൊഡ്യൂൾ ഫോർമേഷൻ, അമോണിയ ഫോർമേഷൻ, ലെഗ് ഹീമോഗ്ലോബിൻ, അമിനോ ആസിഡ് സിന്തസിസ്. ഇതിൽ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ്റെ ആ ഒരു കറക്റ്റ് റൂട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് റൈസോബിയം ലെഗുമിനസ് പ്ലാന്റ് ഇൻട്രാക്ഷൻ. യെസ്, അതാണ് ആദ്യമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു. ദെൻ ഇൻട്രാക്റ്റ് ചെയ്ത ഉടനെ തന്നെ റൂട്ട് നൊഡ്യൂള് ഫോം ചെയ്യും. ഓക്കെ, 1ഉം 2ഉം ഉള്ള 3 ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് അമോണിയ ഫോർമേഷൻ, ലെഗ് ഹീമോഗ്ലോബിൻ. അമോണിയ ഫോർമേഷന് ശേഷമാണ് ലെഗ് ഹീമോഗ്ലോബിൻ ലെഗ് ഹീമോഗ്ലോബിന് ശേഷമാണ് അമോണിയ ഫോർമേഷൻ വരുന്നത്. ലെഗ് ഹീമോഗ്ലോബിൻ, ദെൻ അമോണിയ ഫോർമേഷൻ നടക്കുന്നു. ഫൈനലി അമിനോ ആസിഡ് സിന്തസിസ്. ഇങ്ങനെ വരുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? 1, 2, 4, 3, 5. ഫസ്റ്റ് 1, 2, 4. 1, 2, 4. ഓക്കെ, 3, 5. ഓക്കെ, ഈ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1, 2, 4, 3, 5. സോ നമ്മുടെ ഈ ഒരു റോഡ് നൊഡ്യൂൾ ഫോർമേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, പ്ലാന്റിൻ്റെ റൂട്ടിൽ നൊഡ്യൂൾസ് ഫോം ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ എന്തായിരിക്കും? റൈസോബിയം ലെഗുമിനസ് പ്ലാന്റും കൂടെ ഇൻട്രാക്റ്റ് ചെയ്യും. ദെൻ ഇവർ ബാക്ടീരിയോയിഡ്സ് ഫോം ചെയ്യുന്നുണ്ടല്ലോ. ഈ ബാക്ടീരിയോയിഡ്സ് നൊഡ്യൂൾസ് ഉണ്ടാക്കും. ഈ നൊഡ്യൂൾസിൻ്റെ അവിടെ ലെഗ് ഹീമോഗ്ലോബിൻ വരുന്നുണ്ട്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു നമ്മുടെ റൈസോബിയം ഉണ്ടല്ലോ, അവരതിനകത്ത് കയറുന്നു. ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഇൻഫെക്ഷൻ ത്രെഡ് പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാ. ഫസ്റ്റ് പ്ലാന്റ് ഇൻട്രാക്റ്റ് ചെയ്യുന്നു, ആ ഒരു റൈസോബിയോ ആയിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു. ദെൻ ഈ ഒരു റൂട്ട് ഹെയേഴ്സ് ഉണ്ട്. റൂട്ട് ഹെയേഴ്സിലേക്ക് നമ്മുടെ ബാക്ടീരിയ കയറുന്നു. ഈ ബാക്ടീരിയ കയറി ഒരു ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്യുന്നുണ്ട്. ഇൻഫെക്ഷൻ ത്രെഡ് ഫോം ചെയ്ത് അതെല്ലാം കൂടെ ഇങ്ങനെ അഗ്രിഗേറ്റ് ആയിട്ട് ഇരിക്കുന്നു. അതായത് പാക്ഡ് സെൽസ് ആയിട്ട് ഉള്ള ആ ഒരു പ്ലാന്റ് സെല്ലുണ്ടല്ലോ, സെല്ലിനകത്തേക്ക് ഈ ബാക്ടീരിയ എല്ലാം കൂടെ കയറുന്നു. അവരും അതിനകത്ത് കയറിയിരിക്കുന്നു. അങ്ങനെ ബാക്ടീരിയോയിഡ്സ് ഫോം ചെയ്യുന്നു. ദെൻ ഈ ഒരു ബാക്ടീരിയോയിഡ്സ് അതിൻ്റെ അകത്ത് ഇരുന്ന്
ഈ ഒരു റൂട്ട് സെൽസ് അവിടെ എൻലാർജ് ചെയ്യുവാണ് ചെയ്യുന്നത്. റൂട്ട് സെൽസ് എൻലാർജ് ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് നൊഡ്യൂൾസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യൂഷ്വലി ലെഗുമിനസ് പ്ലാന്റ്സിലൊക്കെയാണ് റൂട്ട് നൊഡ്യൂൾസ് കാണുന്നത്. Which of the following is an organism that obtains energy from the transfer of electrons originating from chemical compounds and its carbon from an inorganic source? Okay, option A photoheterotroph, option B chemoheterotrophs, option C photoautotrophs, option D chemoheterotrophs. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഇലക്ട്രോൺസ് ഒറിജിനേറ്റിംഗ് ഫ്രം കെമിക്കൽ കോമ്പൗണ്ട്സിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്തുള്ള ഇലക്ട്രോൺസിനെ എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നു. കാർബൺ ഇനോർഗാനിക് സോഴ്സസ്. സോ ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് കീമോ ഓട്ടോട്രോഫ്സ് ആണ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, കീമോ ഓട്ടോട്രോഫ്സ്. ഇനി കാർബൻ്റെ സോഴ്സ് ഇനോർഗാനിക് കോമ്പൗണ്ട് ആണെങ്കിൽ എപ്പോഴും ഓട്ടോ എന്ന് വരും. അത് നിങ്ങൾ ഓർത്തോണം. എ ഐ എന്ന് ഓർത്താൽ മതി. ഇനോർഗാനിക് സോഴ്സ് ആണെങ്കിൽ എ ഓട്ടോട്രോഫ്സ് ആയിരിക്കും കേട്ടോ. ഓർഗാനിക് സോഴ്സ് ആണെങ്കിൽ ഹെട്രോട്രോഫ്സ് ആയിരിക്കും. അത് എച്ച് ഒ. എ ഓർത്തിരിക്കാൻ എളുപ്പമാണല്ലോ. എ ഐ ആണ് എന്ത്. നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്സൊക്കെ വെച്ച് നമുക്ക് ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതൊക്കെ ഓർത്തിരിക്കാം. കെമിക്കൽ കോമ്പൗണ്ട്സിൽ നിന്നാണ് ഇലക്ട്രോൺസ് ഒറിജിനേറ്റ് ചെയ്ത് അതാണ് എനർജി ആയിട്ട് യൂസ് ചെയ്യുന്നത്. സോ കീമോ ഓട്ടോട്രോഫ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Which of the following is not an electron carrier within an electron transport system? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിലെ ഇലക്ട്രോൺ ക്യാരിയർ അല്ലാത്ത ആൾ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഫ്ലേവോ പ്രോട്ടീൻ, ഓപ്ഷൻ ബി ATP സിന്തേസ്, ഓപ്ഷൻ സി യുബിക്വിനോൺ, ഓപ്ഷൻ ഡി സൈറ്റോക്രോം ഓക്സിഡേസ്. ഇത് മെറ്റബോളിസത്തിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സോ ഇവിടെ നമ്മൾ ഈ പറഞ്ഞ ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ടീരിയൽ ന്യൂട്രീഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത്. സോ ഇത് മെറ്റബോളിസം ഏരിയയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓപ്ഷൻ എ ഫ്ലേവോ പ്രോട്ടീൻ, ഓപ്ഷൻ ബി ATP സിന്തേസ്, ഓപ്ഷൻ സി യുബിക്വിനോൺ, ഓപ്ഷൻ ഡി സൈറ്റോക്രോം ഓക്സിഡേസ്. ETC ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ വെച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ഇലക്ട്രോണിൻ്റെ ക്യാരിയർ അല്ലാത്തത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ATP സിന്തേസ് ആണ്. ബാക്കി എല്ലാവരും ഇലക്ട്രോൺ ക്യാരിയേഴ്സ് ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. Which of the following does not occur during cyclic photophosphorylation in cyanobacteria? Which of the following does not occur in cyclic photophosphorylation? Cyclic photophosphorylation ഏതാണ് ഇല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ത്രൂ ആൻഡ് ETS, ഓപ്ഷൻ ബി ഫോട്ടോസിസ്റ്റം 1, ഓപ്ഷൻ സി ATP സിന്തസിസ്, ഓപ്ഷൻ ഡി ഫോട്ടോസിസ്റ്റം 2. അൺഫോർച്ചുനേറ്റ്ലി അവിടെ ആൻസർ മാർക്ക് ചെയ്ത് കിടപ്പുണ്ട്. റൈറ്റ് ആൻസർ ഫോട്ടോസിസ്റ്റം 2 ആണ്. കാരണം സൈക്ലിക് പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. മറ്റേത് ഫോട്ടോസിസ്റ്റം 2 കൂടെ വരുവാണെങ്കിൽ സിഗ്സാഗ് ആണ് വരുന്നത്. ഫോട്ടോസിസ്റ്റം 1 വരുന്നാൽ 1 മാത്രമാണെങ്കിലാണ് എന്ത് സൈക്ലിക് എന്ന് പറയത്തുള്ളൂ. നമ്മൾ സൈക്ലിക് എന്നവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. Enter duodrauf pathway. Okay, enter duodrauf pathway is not found in. Enter duodrauf pathway is not found in A. aerobic prokaryote, B. anaerobic prokaryote, C. both A and B, D. eukaryotes. ഏതാണ് ആൻസർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ നമുക്കറിയാം എൻ്റർ ഡുയോഡ്രോഫ് പാത്വേ എവിടെ മാത്രമേ ഉള്ളൂ, നമ്മുടെ ബാക്ടീരിയ പ്രോക്കരിയോട്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു പാത്വേ ആണിത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ യൂകരിയോട്സ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്.
ഈ ED പാത്വേ എന്ന് പറയുന്നത് എൻഡർ ഡുഓഡ്രോഫ് പാത്വേ എന്ന് പറയുന്നത് യൂഷ്വലി പ്രോക്കറിയോട്സിൽ നമ്മുടെ ഗ്ലൈക്കോളിസിസ് ഒക്കെ പോലെ തന്നെ ഗ്ലൈക്കോളിസിന് പകരമായിട്ടൊക്കെ പറയാൻ പറ്റുന്നത് അവിടെ എന്ത് തന്നെയാണ് ഗ്ലൂക്കോസിനെ പൈറുവേറ്റ് ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് ഈ ഒരു ED പാത്വേയിൽ നടക്കുന്നത്. ഓക്കെ, ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് കൊടുത്തിരിക്കുന്നത്. ഗ്ലൂക്കോസ് കൺവേർട്ട് ചെയ്ത് പൈറുവേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഈ പൈറുവേറ്റ് ആയിട്ട് മാറുന്ന ഈ ഒരു പ്രോസസ്സ് ആ ഒരു സ്റ്റെപ്പ് വൈസ് ഇങ്ങനെ തന്നെ ഇതിൽ നടക്കും, ED പാത്വേയിൽ നടക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് സീരീസ് റിയാക്ഷൻ നടക്കുന്നുണ്ട് ഗ്ലൂക്കോസ് പൈറുവേറ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ ബാക്ടീരിയയിൽ. നെക്സ്റ്റ് EMP pathway, the process by which ATP is formed from ADP. EMP എന്ന് പറയുമ്പോൾ എംഡൻ മേയർഹോഫ് പാത്വേ ആണ്. എംഡൻ മേയർഹോഫ് പാത്വേ എന്ന് പറയുമ്പോൾ ഗ്ലൈക്കോളിസിസിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ATP ADP ആയിട്ട് മാറുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓക്സിഡേറ്റീവ് ഫോസ്ഫോറിലേഷൻ, ഓപ്ഷൻ ബി സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ, ഓപ്ഷൻ സി റിഡക്ഷൻ, ഓപ്ഷൻ ഡി ട്രാൻസമിനേഷൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ് അവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അനോക്സിജനിക് ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഓക്സിഡൈസ്. അനോക്സിജനിക് photosynthetic bacteria oxidize. Option A water, option B sulfide, option C oxygen, option D ammonia. Obviously sulfide ആണ് ആൻസർ ആയിട്ട് വരുന്നത്. Most of the energy in an aerobic respiration of glucose is captured by. Most of the energy in aerobic respiration of glucose is captured by. ഗ്ലൂക്കോസിൻ്റെ എറോബിക് റെസ്പിറേഷനിൽ എനർജി ഏറ്റവും കൂടുതലും ക്യാപ്ചർ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ, ഓപ്ഷൻ ബി ഗ്ലൈക്കോളിസിസ്, ഓപ്ഷൻ സി ഫാറ്റി ആസിഡ് ഓക്സിഡേഷൻ, ഓപ്ഷൻ ഡി സബ്സ്ട്രേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ആണ് കറക്റ്റ് ആൻസർ. ദി ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ ഒബ്സർവ്ഡ് ഇൻ ഈസ്റ്റ്. ഈസ്റ്റിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, ഓപ്ഷൻ ബി ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, ഓപ്ഷൻ സി നോൺ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, ഓപ്ഷൻ ഡി അക്രിലിക് ഫെർമെൻറ്റേഷൻ. സോ ഇതിലേതാണ് ഈസ്റ്റിൽ കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് ഫെർമെൻറ്റേഷൻ? നമുക്ക് എല്ലാവർക്കും അറിയാം ആൽക്കഹോളിക് ഫെർമെൻറ്റേഷനാണ് ഈസ്റ്റിൽ കാണപ്പെടുന്നത്. അടുത്തത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ബാക്ടീരിയോഫിൽ ഡിഫേഴ്സ് ഫ്രം ക്ലോറോഫിൽ ഇൻ വാട്ട് വേ? ഓക്കെ, ബാക്ടീരിയോഫിൽ ക്ലോറോഫില്ലിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? ഇൻവോൾവ് ഇൻ അനോക്സിജനിക് ഫോട്ടോസിന്തസിസ്. അനോക്സിജനിക് ഫോട്ടോസിന്തസിസിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, യെസ് ഉണ്ട്. നെക്സ്റ്റ്, കണ്ടക്ട് ഫോട്ടോസിന്തസിസ് ടു സസ്റ്റെയിൻ ദെയർ എനർജി റിക്വയർമെൻറ്റ്സ് ബട്ട് ഡു നോട്ട് പ്രൊഡ്യൂസ് ഓക്സിജൻ ആസ് ബൈ പ്രൊഡക്റ്റ്. കണ്ടക്ട് ഫോട്ടോസിന്തസിസ് ടു sustain their energy requirement but do not produce oxygen as byproduct. യെസ് കറക്റ്റ് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും ഇവിടെ കറക്റ്റ് ആയിട്ടാണ് വരുന്നത്. തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫൗണ്ട് ഇൻ പർപ്പിൾ ബാക്ടീരിയ, ഹെലിയോ ബാക്ടീരിയ ആൻഡ് ഗ്രീൻ സൾഫർ ബാക്ടീരിയ. യെസ്, ബാക്ടീരിയോഫില് പർപ്പിൾ ബാക്ടീരിയ, ഹെലിയോ ബാക്ടീരിയ, ഗ്രീൻ സൾഫർ ബാക്ടീരിയയിലും കാണപ്പെടുന്നുണ്ട്. സോ ഓൾ ത്രീയും ഇവിടെ കറക്റ്റാണ്. അങ്ങനൊരു ഓപ്ഷൻ, യെസ്, ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസറായിട്ട് വരുന്നത്. സോ ഇത്രയൊക്കെയാണ് ഇപ്പോൾ തന്നെ ക്ലാസ്. ഇത്രയും ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ഡേ ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഓൾറെഡി MCQസും PYQസും ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർ കാണണം. നമ്മൾ പോർഷൻ വൈസാണ് ആഡ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ്.
സോ ഇനി നിങ്ങൾക്ക് ഏത് ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൂടുതലായിട്ട് വേണോ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ തന്നെ, അതൊക്കെ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഏത് ഏരിയയിൽ നിന്നാണ് നിങ്ങൾക്ക് MCQs അല്ലെങ്കിൽ PYQs. ഇതിൽ MCQs മാത്രമല്ല, ഞാൻ പറയാൻ വിട്ടുപോയതാണ്, ഇടയ്ക്കൊരു 4 എണ്ണം PYQs ആയിരുന്നു, ഇതിനു മുമ്പ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ഓൾ.